പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ചയാണ് ഇപ്രാവശ്യത്തെ. ഷർമിള റജി, ഹോ ഒടുക്കത്ത മഴയിൽ വഞ്ചി കയറി സ്കൂളിൽ പോയ കാലം ഇപ്പോൾ ഓർക്കുമ്പോൾ പേടി തോന്നുന്നു. വീട്ടിലുള്ളവർക്കും പേടിയില്ല, പോകുന്ന ഞങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ മക്കളെ അങ്ങനെയൊക്കെ വിടില്ല. മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഒരു അല്ലലും അറിയിക്കാതെ വളർത്തി ഉക്കേത്തിനി വഷളാക്കി. എന്താ ചെയ്യുക, കാലം മാറുന്നു, അതിനനുസരിച്ച് കോലം മാറുന്നു. ശരിയാ, അന്ന് പേടിയൊന്നും നടന്നില്ല. അതേസമയം വിദേശത്തുള്ളവരൊക്കെ അവരുടെ ആ ഒരു ഇതിൽ തന്നെ പോണേ അല്ലേ, അവരുടെ ഒരു രീതിയിൽ അവർ ആ കുഞ്ഞു കുട്ടികൾ അങ്ങനെ ഭക്ഷണം വാരി കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അവർ ആ ഒരു രീതിയിൽ തന്നെയല്ലേ. അതായത് ഒരു വയസ്സായ കുട്ടി ഇരിക്കാറായി കഴിഞ്ഞാൽ തന്നെ ആ കുട്ടീനെ പിടിച്ചിട്ട് അതിലിരുത്തി ഒരു ബെൽറ്റൊക്കെ ഇട്ടിരുത്തി ഫുഡ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും. കുറെ കളയും, കുറെ കഴിക്കും, അങ്ങനെയല്ലേ അവർ കഴിക്കും. അങ്ങനെ കുട്ടികളെ സ്വയം പര്യാപ്തത അവരെ അങ്ങനെ ശീലിപ്പിക്കും. കാക്കേനെ കാണിച്ച്, പൂച്ചനെ കാണിച്ച്, അതിനെ കാണിച്ച്, ഇതിനെ കാണിച്ച് പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കൽ തന്നെ വലിയൊരു ടാസ്കാ. പിന്നെ അവർക്ക് ചെലവിന് കൊടുക്കും, അവരുടെ കല്യാണം നടത്തുന്നു, എന്താ പറയാ, അവരുടെ മക്കളെയും നോക്കുന്നു ഇപ്പോ അല്ലേ. അവസാനം അങ്ങനെ അതന്നെ ഒക്കേത്തിന് വഷളാക്കി വളർത്തി. ശശി കെ പി, അജുവേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ കമന്റ് വായിച്ചതിൽ ഒത്തിരി സന്തോഷം. അത് വീണ്ടും എഴുതാൻ എനിക്ക് പ്രേരണ നൽകുന്നു. അതാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ പ്രേരണ തന്നുകൊണ്ടിരിക്കും. 70കളിൽ ബാല്യവും 80കളിൽ കൗമാരവും 90കളിൽ യൗവനവും ആസ്വദിച്ച ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ. അജുവേട്ടൻ അയവിറക്കുന്ന ഓരോ ഓർമ്മകളും എൻ്റേത് കൂടിയാണ്. റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ പുസ്തക കെട്ടുമായി പാടവരമ്പിലൂടെ ചെളിയിൽ കളിച്ചും നെൽക്കതിരുകളിൽ തലോടിയും സ്കൂളിൽ പോയതും വെട്ടുപാറ നിരപ്പാക്കിയ സ്കൂൾ മുറ്റത്തെ ചരൽപ്പരപ്പിൽ കൂട്ടുകാരത്ത് ഓടിക്കളിച്ചതും ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവും കമ്പവും കഴിച്ച് വിശപ്പടക്കിയതുമെല്ലാം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ അരുമകളായ പശുക്കിടാങ്ങൾക്ക് പുല്ലരിയാൻ വല്ലം കൊട്ടയുമായി പാടത്തേക്ക് ഇറങ്ങും. പിന്നീട് അമ്പലപ്പറമ്പിൽ കളിക്കുന്ന കൂട്ടുകാരോടൊപ്പം ഇരുട്ടുവോളം കളി. അമ്പലക്കുളത്തിലെ നീരാട്ടും കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നീട് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചവും പുകയും കലർന്ന അന്തരീക്ഷത്തിൽ പഠനം തുടരും. ശശീന്ദ്രൻ, കോഴിക്കോട്. എന്ത് രസമായിട്ട് ആളെ എഴുതിയേക്കണേ. എന്തോരം പുല്ലരിഞ്ഞു കൂട്ടിയേക്കണു. നമ്മളെ പശുക്കൾക്ക് പുല്ലരിഞ്ഞ് തലയിൽ കെട്ടായിട്ട് പാടത്തുനിന്ന് അവരെ പറമ്പിൽ നിന്നൊക്കെ പുല്ലും കെട്ടുകളായിട്ട് എന്തോരം ചോന്നു കൊണ്ടുപോകുന്നു. പണ്ടത്തെ ഓർമ്മകളെ. ശരിക്കും ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാ. ഞങ്ങളുടെ അനുഭവങ്ങൾ സെയിമാണ്. പാടത്തോടെ കോഴിക്കോട്, ഒരാൾ തൃശ്ശൂരാണല്ലോ. പാടത്തോടെ സ്കൂളിൽ പോകേണ്ട വന്നിട്ടില്ലേ നമുക്ക്. പോയിട്ടുണ്ട്, ട്യൂഷൻ പഠിക്കാൻ പോയിട്ട് പാടത്തോടെ ഇതിൽ ഇങ്ങനെ നടന്നു പോകും. പാല് കൊണ്ടുകൊടുക്കാനൊക്കെ ഇതിനൊക്കെ പോകും. അപ്പൊ ഈ നെല്ലുകൾ ഇങ്ങനെയായിട്ട് തലോടും നമ്മള് കതിരികളെ. നല്ലതാ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോകുമ്പോ പോണ വഴിക്കുള്ള നെല്ല് കതിര് ഇതില്ലേ വിളഞ്ഞത്, അത് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് ഇങ്ങനെ മടിയിൽ ഇതാക്കി പോകും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഞ്ഞി കുടിക്കാനേ പച്ചവെള്ളം മാത്രമാണ് അമ്മയ്ക്ക് ഉള്ളോ. സ്മിത പ്രിൻസ്, വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് പണികൾ എടുക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് വെക്കും. അത് കേട്ട് പണികൾ എടുക്കുമ്പോൾ വീട്ടുകാരൊക്കെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരാറുണ്ട്. താങ്ക് യു അജുവേട്ടാ സരിത. സന്തോഷം. അടുത്ത് ശാന്തി വിജയൻ. ശരിയാണ് സരിത, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. പാചകം ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ കാണും. ഈയിടെ നിങ്ങളുടെ പഴയ ഒരു വീഡിയോ കണ്ടു. അതിൽ അജുവിന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യയെ പരിചയപ്പെടുത്തിയിട്ട് ശാന്തി എന്നാണ് പേര് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് ആ കുടുംബത്തിൽ വന്നു ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ശാന്തി അവിടെ ഉണ്ടല്ലോ. കമന്റ് വായിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കും, അടുത്ത് എൻ്റെ പേരായിരിക്കും പറയുക എന്ന്. പ്രത്യേകിച്ച് ശാശി എന്ന് അക്ഷരത്തിൽ തുടങ്ങുമ്പോൾ. 4 സാറില്ല കേട്ടോ. വരുന്ന എല്ലാ കമൻസും വായിക്കുക എന്നത് പ്രായോഗികമല്ലല്ലോ. എന്ന് വെച്ച് നിങ്ങളോടുള്ള ഇഷ്ടം കുറയില്ല കേട്ടോ. മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാൻ നിങ്ങളുടെ വീഡിയോ ഉപകാരമാണ്. സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് കൊട്ടയും ഇല്ല, പെട്ടിയും ഇല്ല. എൻ്റെ പുസ്തകക്കെട്ട് ചുമന്നിരുന്നത് കാളവണ്ടികളായിരുന്നു. ചന്തയ്ക്ക് പച്ചക്കറി കൊണ്ടുപോകുന്ന കാളവണ്ടികൾ. എന്താടാ മണപ്പിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അന്ന് ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു. വണ്ടിക്കാരൻ തോളത്ത് ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി സങ്കടം വരും. വിദേശത്തുള്ള മകൻ വരുമ്പോൾ എനിക്കുണ്ടായിരുന്നു. തോളത്ത് വണ്ടി തണ്ടും പേറി. ചേട്ടൻ പാടിക്കോ? നീ പാടിയാ മതി. എനിക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നു പഠിക്കാൻ. ഇത് കഴിഞ്ഞിട്ടില്ല, കമന്റ് കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പോ ഈ കാളവണ്ടികൾ പോവും. ഞങ്ങൾ പിള്ളേരുകളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ ഈ പുസ്തക കെട്ടുകളില്ലേ കാളവണ്ടിയുടെ ബാക്കിൽ വെക്കും. എന്നിട്ട് കൈയും വീശി നടക്കും. ഭയങ്കര ഒരു എന്തൊരു ഫ്രീ ആണെന്നറിയും. കാളവണ്ടിയെ കമ്മി പിടി വരെ എത്തുമ്പോൾ തിരിയും. നീ പഠിക്കും.
പി ഭാസ്കറിൻ്റെ കവിതയാട്ടാ. കാളകൾ. തോളത്തോ ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടിട്ടറ്റത്തു വണ്ടിക്കൈലിരിപ്പൂ കൂനിക്കൂടി. തോളുകൾ കുനിഞ്ഞിട്ടുണ്ടാവനും സ്വജീവിത നാളുകൾ തൽക്കണ്ഠത്തിലേറ്റിയ നുകം പേറി കാലുകൾ തേഞ്ഞിട്ടുണ്ടിന്നിവനും നേടുനാള കാലത്തിൻ കരളമാം പാതകൾ താണ്ടി താണ്ടി. ഇങ്ങനെ പോവും കവിത. വലിയ കവിതയാ അത്. വിഷമം മനുഷ്യന്റെ തോന്നും ഈ കഥ. ഈ കവിത നമുക്ക് ടീച്ചർമാരെ ഇതിന്റെ കഥ പറയുമ്പോഴേ അവര് കഷ്ടപ്പാട്, ദുരിത ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുകള്. അതിന്റെ ബാക്കി അവിടെ നിന്ന് വായിക്കി. സങ്കടം വരും. പിന്നെ വിദേശത്തുള്ള മകൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. വിരോധം എന്തെങ്കിലും ഉണ്ടോ? എന്ത് വിരോധം? ഒത്തിരി സ്നേഹത്തോടെ ശാന്തി ചേച്ചി. ഒരു വിരോധമില്ല ചേച്ചി, പോരാട്ടാ. നമ്മൾ ഫോൺ വിളിച്ച് സംസാരിച്ചതാണ്. അടുത്തത് പാർവതി. എൻ്റെ സ്കൂൾ കാലം കേട്ടാൽ ചിരിയും സങ്കടവും വരും. 2ൽ പഠിക്കുമ്പോൾ പണിക്ക് പോയി തുടങ്ങിയതാണ്. അവിടെ പോയി മുറ്റം അടിച്ച് തുടച്ച് പാത്രം കഴുകി തേങ്ങ ചിരകി അമ്മിയിൽ അരയ്ക്കുന്നുണ്ടെങ്കിൽ അരച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും കഴിക്കാൻ തരും. അപ്പോഴേക്കും സമയം 9:30. അവിടെ നിന്ന് ഒറ്റ ഓട്ടം വീട്ടിൽ വന്ന് ബുക്കെടുത്ത് ഒറ്റ ഓട്ടം സ്കൂളിലേക്ക്. അവിടെ എത്തുന്ന മുന്നേ ബെല്ലടിച്ചിട്ടുണ്ടാവും. സാറ് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. സാറ് തുടയിൽ ഒരു പിച്ച് തരും. ദിവസവും ഇത് തന്നെ. എന്നാലും ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അങ്ങനെ ഓടി 6ാം ക്ലാസ് എത്തി. പഠിപ്പ് മതിയാക്കി. തിരുവനന്തപുരത്ത് പണിക്ക് പോയി. അവിടെ കുറച്ച് നിന്നു. കോട്ടമൈതാനം പോലെയുള്ള മുറ്റം അടിച്ച് മതിയായി. അവിടെ നിന്ന് നേരെ ഗുരുവായൂർ. അവിടെയും എല്ലാ പണിയും. മൈതാനം പോലെയുള്ള മുറ്റവും വയ്യാണ്ടായി. അങ്ങനെ 2 കൊല്ലം അവിടത്തെ ഗുസ്തി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. വീട് എന്ന് പറഞ്ഞാൽ പുറമ്പോക്കിൽ ഓലപ്പുര. അപ്പ വയസ്സ് 14. വീട്ടിൽ വന്ന് കുറച്ച് കെട്ടുപണിക്ക് പോയി, കുറച്ച് കോൺക്രീറ്റ് പണിക്ക് പോയി, കുറച്ച് വീട്ടുപണിക്ക് പോയി. 16 വയസ്സിൽ കല്യാണം. ശേഷം ഭർത്താവിൻ്റെ വീട്ടിലായി ഓട്ടം. ഇപ്പോഴും ഓട്ടം തന്നെ, ജീവിക്കാൻ വേണ്ടി. എൻ്റെ കമൻറ്റ് വായിക്കില്ലേ അജുവേട്ടാ? ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ്. അസുഖം മാറിയാൽ വീണ്ടും ഓടി തുടങ്ങും. എന്തൊരു കഷ്ടല്ലേ ജീവിതേ. പണ്ടുള്ളവരൊക്കെ എന്തോരം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ? കേൾക്കുമ്പോ തന്നെ വായിക്കുമ്പോ എന്നെ വിഷമം തോന്നാ. നേരത്തെ കവിത പറയില്ല, വണ്ടിക്കാള പോലെ തന്നെ ഓട്ടം തന്നെ. ജീനാനാഥ്. ബോറടിക്കാത്ത കമന്റ് വായന തികച്ചും കാണാനിരിക്കും ഞാൻ. സീന തോമസ്. സരിതയെ കൊട്ടാരം എന്ന് പറഞ്ഞത് ഒരു രസത്തിന് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോകളെല്ലാം കാണുന്നതുകൊണ്ട് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങൾക്ക് സാമ്യമുണ്ട്. പ്രായവ്യത്യാസം മുതൽ കുട്ടികൾ തുടങ്ങി കണ്ണിൻ്റെ ഷോർട്ട് സൈറ്റ് വരെ സാമ്യമുണ്ട്. നിങ്ങളെ 3 പേരെയും വളരെ ഇഷ്ടം. ഭാഗ്യവാന്മാരെ എന്നാണ് ഉദ്ദേശിച്ചത്, ഭാഗ്യവതി എന്നായി പോയി. എനിക്ക് കുറേ നമ്മളെ വീഡിയോ കാണുന്ന കുറേ പേര് വിളിക്കുമ്പോൾ ആ ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാരോ അനിയത്തിമാരോ ആരായാലും അവർ പറയണ ഒരു കാര്യം, കുറേ സാമ്യമുണ്ട് നമ്മൾ തമ്മിലെന്ന് പറയും. എന്നോട് പറയാറുണ്ട്. കുട്ടികളുണ്ടാവാൻ വൈകിയത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ സാമ്യമുണ്ടെന്ന് പറയും. പിന്നെ ആഷിക്ക്. ഞാൻ കൊറോണ കാലത്ത് തൊട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നതാണ്. ഇടയ്ക്ക് കുറച്ച് നാൾ വീഡിയോസ് ഒന്നും കാണില്ലായിരുന്നു. ഇപ്പം ഡെയിലി കാണുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോസ് ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ്. ഹാപ്പി ആയിരിക്കൂ. സന്തോഷം. ഹരിലാൽ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മനസ്സിൽ സങ്കടമുണ്ട് ട്ടോ. എൻ്റെ മെസ്സേജ് വായിച്ചില്ല, എന്നാലും സ്നേഹം മാത്രം. വായിച്ചോട്ടെ. ഇപ്പം സങ്കടം മാറിയില്ലേ? അടുത്തത് സാനിഷ് ദാസ്. സനീഷ് എന്നാണോ? അജു സരിത ഗുഡ് മോർണിംഗ്. ഗംഗ നല്ല ഭംഗിയുള്ള പേരാണ്, പക്ഷേ സരിത എല്ലാവർക്കും രജിസ്റ്റർ ആയതിനാൽ അത് തന്നെ നിൽക്കട്ടെ. പിന്നെ സരിതമാർക്ക് എല്ലാം ഒരു പ്രത്യേകം സ്മാർട്ട്നെസ് ഉള്ളതാണല്ലോ.
അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പേര് മാറ്റാൻ പോണൊന്നുമില്ല. അപ്പൊ ഞാൻ പേര് മാറ്റിയിട്ട് ആര് വിളിക്കാൻ എന്നെ പേര്? എന്നെ ഞാൻ തന്നെ വിളിക്കേണ്ടി വരും. മറ്റേ കുഞ്ഞിക്കൂനല് പറയണ പോലെ എന്നെ ഞാൻ അതെ വിമൽ വിമൽ കുമാർ എന്നാണ് എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് പറയണ പോലെ എന്നെ ഞാൻ തന്നെ വിളിക്കേണ്ടി വരും. ബാക്കി എല്ലാവരും എന്നെ സരിതാന്ന് എന്നെ വിളിക്കുള്ളൂ. അടുത്തത് ഗോപാൽ ഗോപാൽ. സുമ ചേച്ചി സുഖാണോ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നല്ല മടിയുള്ള ആളായിരുന്നു. എപ്പോഴും വയറുവേദന ആണെന്ന് പറയും. ഒരു ദിവസം ഞാൻ വയറുവേദന ആണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അച്ഛൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിക്കുകയായിരുന്നു. വയറുവേദന വീട്ടിൽ വന്നപ്പോൾ വയറുവേദന മാറിയിട്ടുണ്ടാവും. അപ്പോൾ അച്ചാച്ചൻ അതായത് അച്ഛൻ വന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, ഇവളെന്താ സ്കൂളിൽ നിന്നും വന്നത്? വേറൊരു രസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ നിന്നും വയറുവേദന എന്നും പറഞ്ഞ് വരുമ്പോൾ ബ്രദറിനെയാണ് കൂട്ടത്തിൽ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുന്നത്. ഒറ്റയ്ക്ക് വിടില്ലല്ലോ. അപ്പം ആളുടെ ക്ലാസ്സും പോയി ബ്രദറിൻ്റെ. അപ്പം വന്നത് അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് സെയിം റീസൺ വയറുവേദന. അച്ഛന് ദേഷ്യം വന്നു. ഇവൾ കള്ളം പറഞ്ഞാണ് വരുന്നത്, ഇവൾ കാരണം അവനും പഠിക്കില്ല. അവനല്ലെങ്കിലും പഠിക്കാൻ ഇഷ്ടമുള്ള ആളല്ല, അത് വേറെ കാര്യം. ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഒരു വലിയ ചെമ്പരത്തിയുടെ വടി ഒടിച്ച് തല്ലി തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിട്ടു സൈക്കിളിൽ. എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, ഇനിയും ഇവൾ വയറുവേദന എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിടരുതെന്ന്. ഒരു ദിവസം എനിക്ക് ശരിക്കും വയറുവേദന വന്നു. ബാക്കി പറയണ്ടല്ലോ, അതാണ് ബാക്കി പറയണ്ടല്ലോ. പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പുലി വരുമ്പോ എന്ന പോലെ. ഇപ്പോഴത്തെ കാലത്ത് പണ്ട് കാലത്ത് വയറുവേദന കണ്ടമന അഭിനയിച്ച പിള്ളേരിൽ കണ്ടമന. അടുത്ത് ലതാ മോഹൻ. അജുവിന്റെ ഷർട്ട് അടിപൊളി. സരിതയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പൊന്നിൻകുടത്തിന് എന്തിനാ പൊട്ട്. നിങ്ങളുടെ ഈ പ്രതികരണ പരിപാടിയാണ് നിങ്ങളെ ഞങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. നിങ്ങളൊരു വീഡിയോ ഇടുന്നു, ഞങ്ങളത് കാണുന്നു, കമൻ്റ് ഇടുന്നു. നിങ്ങൾ ആ കമൻറ്റ് നോക്കുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ ഒരു അടുപ്പവും കാണില്ല. നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും എന്നും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായാണ് ഫീൽ ചെയ്യുന്നത്. അതിൽ വളരെ വലിയ സന്തോഷം. അതിൽ വളരെ വളരെ സന്തോഷം. ശരി ചേട്ടാ. നമ്മൾ ഈ കമൻറ്റുകളൊന്നും നോക്കണില്ലെങ്കിൽ കണ്ടമാനം യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കുറേ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റിന്മേ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ലൈക്കോ ഒന്നും തന്നെ കൊടുക്കാണ്ട് ഇങ്ങനെ ആളുകൾ കമൻറ്റ് ഇടും. പക്ഷേ കമന്റ് ഇടും. ആ കമന്റിന്റെ ഇടയിൽ വേറെ ആളുകൾ വന്ന് റിപ്ലൈകളൊക്കെ ഇടുന്നല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല. നമ്മള് സമയം കിട്ടാണ്ടാവും. സമയം അതും ഒരു വിഷയമാണല്ലോ. നമ്മളുടെ വീഡിയോ അങ്ങനെ കുറെ പേര് അവരുടെ സമയം മാറ്റി വെച്ച് കാണാനിരിക്കുന്നോണ്ടാണല്ലോ നമ്മൾ ജീവിച്ചു പോണേ. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് സമയം കുറച്ച് മാറ്റി വെക്കാലോ. അതെ, ഭയങ്കര അടുപ്പം. നിങ്ങളുടെയൊക്കെ ഈ കമന്റിലൂടെ നിങ്ങളുടെ എല്ലാവരുടെ പേരും ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കും നമുക്ക്. റോസ് ബാബു. എന്ത് രസമാണ് നിങ്ങളെ കാണാൻ. അജുവിന്റെ ക്യാരക്ടർ ശരിക്കും എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ. പക്ഷെ സരിത, യു ആർ വെരി ടാലന്റഡ് ഇന്റലിജന്റ് ലേഡി. ജഗ്ഗുമോൻ ഒരു ദിവസം കാണാൻ വരും. ഇന്നത്തെ അജുവിന്റെ ഷർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ സരിതയുടെ ഡ്രസ്സ് എല്ലാം സൂപ്പർ. ലവ് യു ഓൾ. ധന്യ അന്വേഷണം പറയണേ. വരൂ ഒരു ദിവസം. അതെ. ബിന്ദു വിക്ടർ. വായിൽ നാവില്ലെങ്കിൽ അജുവിന് കുറുക്കം പിടിച്ചോണ്ട് പോയേനെ. സരിത പറഞ്ഞ സത്യം. നല്ലത് തന്നെ വിൽക്കാൻ വെക്കാറ് ഞങ്ങൾ സരിതയുടെ കൂടെ. എന്തിട്ടാന്നറിയോ? ഞാവൽപ്പഴം. ചേട്ടൻ പറഞ്ഞല്ലോ ഒക്കെ ചതഞ്ഞതും മണ്ണ ഇതാണ് റോട്ടിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചേട്ടൻ എത്ര കാലം വാങ്ങിക്കാഞ്ഞെന്ന്. അല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ചേട്ടൻ കണ്ടിട്ടുള്ളത് ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ. അല്ലാണ്ട് വഴിവക്കിൽ വിൽക്കാൻ വെച്ചത് കണ്ടിട്ടില്ലല്ലോ. റാറ്റ് ആൻഡ് ഹിസ് മ്യൂസ്. ആ ഓർമ്മകളുടെ പറമ്പിൽ ഇപ്പോഴും ഒത്തിരി ഞാവൽ മരങ്ങളുണ്ട്. കറുത്തുരുണ്ട മധുരവും ചവർപ്പും കലർന്ന ആ ഞാവൽപ്പഴങ്ങൾ വീണ് കിടക്കുന്നത് വെറുമൊരു മണ്ണിലല്ല, തിരിച്ചു പിടിക്കാനാവാത്ത വിധം ദൂരേക്ക് മറഞ്ഞുപോയ ഒരു പറ്റം ബാല്യങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അമ്മയുണ്ടായിരുന്ന കാലം ഒരു വലിയ സാമ്രാജ്യം പോലെയായിരുന്നു ആ പറമ്പും വീടും. പുലർച്ചെ കൃത്യം 5 മണിക്ക് തന്നെ അമ്മ ഉമ്മറത്തെ മുന്നിലെ ഗേറ്റ് തുറന്നിടും. അതൊരു വെറും ഇരുമ്പ് ഗേറ്റിന്റെ ശബ്ദമായിരുന്നില്ല. ആ പരിസരത്തുള്ള അമ്മ സ്വന്തം മക്കളായി കണ്ടിരുന്ന ആ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കുമുള്ള സ്നേഹനിർഭരമായ ക്ഷണക്കത്തായിരുന്നു അത്. വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ അമ്മ ആദ്യം ചെയ്യുന്നത് എൻ്റെ മുറിയിൽ വന്ന് എൻ്റെ ദേഹത്തൊന്ന് തട്ടുകയാണ്. ആ ഒരു തൊടലിന് ഒരു പ്രത്യേക അർത്ഥമുണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് തുറക്കാൻ പോവുകയാണ്, നിനക്ക് ഞാവൽ വേണമെങ്കിൽ ഇപ്പോൾ ഓടിക്കോ എന്നതായിരുന്നു ആ കൊച്ചു തട്ടലിൻ്റെ ഭാഷ്യം. അമ്മ പിന്നീട് നേരെ ഉമ്മറത്തേക്ക് നടക്കും. അവിടെ ഇരുന്ന് പതിയെ വെറ്റില മുറുക്കാൻ തുടങ്ങും. അമ്മയുടെ ചുണ്ടിലെ ആ ചുവപ്പ് സ്നേഹത്തിൻ്റെ നിറമായിരുന്നു. അപ്പോഴേക്കും ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് പിള്ളേരെല്ലാം ഓടിവരും. ടീച്ചറമ്മേ കോയ് എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടുള്ള അവരുടെ വരവ് കാണേണ്ടത് തന്നെയായിരുന്നു. ഉമ്മറത്തിരിക്കുന്ന അമ്മയെ നോക്കി ഒരു വന്ദനം പറയൽ കൂടിയായിരുന്നു ആ വിളി. ആ മുറ്റത്തും പറമ്പിലും വീണ് കിടക്കുന്ന ഞാവൽപ്പഴങ്ങൾ അവർ മത്സരിച്ചു പെറുക്കും. ആർക്കാണ് കൂടുതൽ കിട്ടുക എന്നതിലായിരുന്നു അവരുടെ വാശി. കുഞ്ഞു കൈകളിൽ ഞാവൽപ്പഴങ്ങൾ നിറച്ച് ചുണ്ടിലും നാക്കിലും നീലനിറം പടർത്തി അവർ തിരികെ പോകുമ്പോൾ അമ്മ ഉമ്മറത്തുനിന്ന് സ്നേഹത്തോട് ചോദിക്കും, ഇന്ന് ആർക്കാടാ അധികം കിട്ടിയത്? കൂട്ടത്തിൽ ആരെയെങ്കിലും കണ്ടില്ലെങ്കിൽ അമ്മ നെഞ്ചിൽ ആകുലം നിറയും. ഇന്ന് സഞ്ജയനെ കണ്ടില്ലല്ലോ, അവൻ എന്താ പറ്റി വയ്യേ എന്ന് അമ്മ അന്വേഷിക്കും. ആ അന്വേഷണങ്ങളിൽ ഒരു അമ്മയുടെ കരുതലും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അയൽപ്പക്കത്തെ കുട്ടികൾ അമ്മയ്ക്ക് വെറുമൊരു കാഴ്ചക്കാരല്ലായിരുന്നു, സ്വന്തം ചോരയെപ്പോലെ ചേർത്ത് വെച്ചവരായിരുന്നു.
അങ്ങനെ അങ്ങനെ എത്രയോ പുലരികൾ ആ ഞാവൽ മരച്ചുവട്ടിൽ പെയ്തു തോർന്നിരിക്കുന്നു. ഇന്ന് അമ്മയില്ല. പുലർച്ചെ 5 മണിക്ക് സ്നേഹത്തോടെ വന്ന് തുറന്നിടാൻ ആ ഗേറ്റുമില്ല. എൻ്റെ ദേഹത്ത് വന്ന് തട്ടി വിളിക്കാൻ ആ അമ്മക്കൈകളുമില്ല. ആ ഉമ്മറം ഇന്ന് ശൂന്യമാണ്. വെറ്റിലച്ചെല്ലവും പാക്കുവെട്ടിയും എവിടെയോ പൊടി പിടിച്ചു കിടക്കുന്നുണ്ടാവാം. കാലത്തിൻ്റെ ഒഴുക്കിൽ ആ ഞാവൽ മരങ്ങൾ പലതും മുറിഞ്ഞു പോയിരിക്കാം. ആ പറമ്പും ഇന്ന് പഴയതുപോലെയാവില്ല. പക്ഷെ ഇന്നും നാട്ടിൽ ആ ഞാവൽക്കാലം വരുമ്പോൾ എവിടെയെങ്കിലും കറുത്തു തുടുത്ത ഞാവൽപ്പഴങ്ങൾ കാണുമ്പോൾ എൻ്റെ നെഞ്ചൊന്നു പിടയും, കണ്ണുകൾ അറിയാതെ നിറയും. കാതോർത്താൽ ഇപ്പോഴും കേൾക്കാം ആ പഴയ പുലർച്ചകളിൽ സ്നേഹം മാത്രം വിളമ്പിയിരുന്ന എൻ്റെ അമ്മയെ നോക്കി ആ കുട്ടികൾ ആർത്തു വിളിച്ച ആ ശബ്ദം, ടീച്ചറമ്മേ കോയ്. ഓർമ്മകളുടെ ആ ഞാവൽ ചുവട്ടിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഒരു കുട്ടിയായി ജനിക്കണം. അമ്മയുടെ ആ കൊച്ചു തട്ടലിൽ ഉണർന്ന് ആ കൈകളിൽ നിന്ന് വീണ്ടും ഞാവൽപ്പഴങ്ങൾ വാങ്ങി കഴിക്കണം. ഒരിക്കലും മരിക്കാത്ത ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അപ്പോൾ ഈ സ്ഥലം എവിടെയാണ് ഇപ്പോഴും? ആ സ്ഥലം എവിടെയൊന്നും അറിയില്ലല്ലേ? എന്തായാലും മനോഹരമായിട്ടുണ്ട്. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു എന്നല്ല വേണ്ടത്, എൻ്റെ കള്ളത്തരം പുറത്തായി എന്ന് വേണമായിരുന്നു കൊടുക്കാൻ ആ വീഡിയോൻ്റെ തമ്പനിയിൽ. അടുത്തത് സുമന മാത്യു. സരിത, യു ആർ റൈറ്റ്. സംടൈംസ് ഈവൻ ഇഫ് വി ഹാവ് ഇനഫ് ഫ്രീഡം സ്റ്റിൽ വി വിൽ ആസ്ക് ഹസ്ബൻഡ്സ് പെർമിഷൻ. I am like that. But I think sometimes we needs to change our habit. I always watch your videos but I don't make comments daily. Today really I enjoyed your video, especially I can relate to the situation. ഭർത്താവ് കൂടെയുള്ളപ്പോഴാണ് ഈ പ്രശ്നമുള്ളൂ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അല്ലാച്ചെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അതിനുള്ള ചീത്ത കേട്ടാ പോരാ. അപ്പൊ കുഴപ്പമില്ല, സാധനം നമ്മുടെ കയ്യിലായില്ലോ. ചീത്ത കേട്ടാ വാങ്ങിക്കണ്, ഇത് വാങ്ങിച്ചേക്കണേന്ന്. ഇതാള് കൂടെയുള്ളപ്പോ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ പറ്റണ്ടേ? അതാണ് പ്രശ്നം. എന്നിട്ട് വാങ്ങിച്ചോളാം. ആ ശരി, ഇനി ഞാൻ വാങ്ങിക്കൂട്ടാ. പിന്നെ ഡ്രസ്സുകളൊക്കെ നീ ഓൺലൈനായിട്ട് അതല്ല പറഞ്ഞത്, പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. ചേട്ടൻ കൂടെ ഉള്ളപ്പോ എന്തിട്ടേലും ഒരു സാധനം ചേട്ടൻ മുന്നിൽ വെച്ചിട്ട് ഞാൻ ആ സാധനം വാങ്ങിച്ചു തരാൻ പറയുമ്പോ ചേട്ടൻ വാങ്ങിക്കാറില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. സെറ്റ്. ശ്രീയാമി. അജുവേട്ടാ, മുംബൈയിലുള്ളവരെ ഞാവൽപ്പഴം കാട്ടി കൊതിപ്പിക്കാൻ കഴിയില്ല കേട്ടോ. ഞങ്ങൾക്കിവിടെ മാർച്ച് മുതൽ ഏകദേശം ജൂലൈ ഓഗസ്റ്റ് വരെ നല്ല ഒന്നാന്തരം ഞാവൽപ്പഴം കിട്ടും. അജുവേട്ടൻ വാങ്ങിയത് നാടൻ ഞാവൽ അല്ല. അടുത്തത് റസിയ KP. സരിതയുടെ കഴിക്കൽ കണ്ട ഒരുപാട് നാളായി കൊതിച്ചിരുന്നത് പോലെയുണ്ട്. ആ കഴിക്കൽ കണ്ടാ അറിയാം, പാവം. ആഗ്രഹമുള്ളത് വാങ്ങി കൊടുത്തൂടെ? എത്രയോ കാശ് വീടിന്റെ ചുറ്റും ചെലവാക്കുന്നു. അടുത്തത് ഷീജ ഫിലിപ്പ്. ഇതുവരെ സരിത ഒരു സാധനം ഇത്ര ഇഷ്ടത്തോടെ തിന്നുന്നത് കണ്ടിട്ടില്ല. അത്ര ടേസ്റ്റ് ആണോ മോളെ ഈ പഴത്തിന്? ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. അത് ടേസ്റ്റ് ആണോ അത് എന്നിട്ടാന്ന് അറിയില്ല. ചെറുപ്പകാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ ഓടിപ്പോയി ഇത് ഓരോ കാറ്റ് വീഴുമ്പോൾ ഓടിപ്പോയിട്ട് ഇതെടുത്ത് തിന്നതിൻ്റെ ഓർമ്മകളാണോ എന്നിട്ടൊക്കെയാണെന്ന് അറിയില്ല. ചിലത് ആ ടേസ്റ്റിലുപരി എന്തൊക്കെയോ ഒരു ഇഷ്ടം ഉണ്ടാവും നമുക്കതിനോട്, അങ്ങനത്തെ ഒരു ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ മാതിരി കല്യാണം കഴിഞ്ഞതിന് ശേഷം കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം 10-23 കൊല്ലത്തെ ആ ഒരു ഇഷ്ടം കൂടിയും കാണാം അതിൽ, ആക്രാന്തം. ഗീതമ്മ സുഭാഷ്. വഴിയിൽ നല്ല ഒന്നാന്തരം ഞാവൽപ്പഴം വിൽക്കുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് യാതൊരു വിധ കേടുപാടുകളും ഇല്ലാത്തതാണ്. വാങ്ങിച്ചു കൊടുക്കാൻ മടിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ഈ അജുവേട്ടൻ്റെ ഒരു കാര്യം. അടുത്ത് ജയൻ വിജയ. എൻ്റെ ചേട്ടനും യാത്ര പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങില്ല, നമ്മൾ വാങ്ങിയാൽ കഴിക്കും. ആയി ശരി. അടുത്ത് ഗായത്രി. എൻ്റെ അച്ഛൻ്റെ വീട് വടൂക്കരയാണ്. അവിടെ ഞാവൽപ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവിടെ വരുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ മാംഗ്ലൂരാണ്. ഇവിടെ കിട്ടാനില്ല. സരിത കഴിച്ചപ്പോൾ കൊതിയായി. ബട്ടർ മസാല സൂപ്പർ. അടുത്തത് വിദ്യാ സജീഷ്. സരിത ഞാവൽപ്പഴം കഴിക്കുന്നത് കണ്ടപ്പോൾ കൊതിയായി. ഞാനും കുറേ ആയി ചേട്ടനോട് വാങ്ങി തരാൻ പറയുന്നു. സരിതയുടെ അവസ്ഥ തന്നെയാണ്, ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. നമ്മുടെ ആ വീഡിയോ ഇല്ലേ, അതിൻ്റെ തുടക്കം ഭാഗ്യം ആളെ ഒന്ന് ഇരുത്തി കാണിച്ചു കൊടുക്ക് നിർബന്ധിച്ച്. സീനത്ത് MA. അജുവേട്ടൻ എന്നും പഴയ കാലത്തേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന ഒരു നൊസ്റ്റുമാണ്. ഞാവൽപ്പഴം ഒരുവിധം എല്ലാവരും പെറുക്കാൻ പോയിട്ടുണ്ടാവും. ഞാവൽപ്പഴം കഴുകി ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടം വന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോ സൂപ്പർ. പനീർ മസാല സൂപ്പർ. അടുത്തത് ശാന്തി വിജയൻ.
ശാന്തി ചേച്ചിയുടെ ഒരു കമന്റ് കൂടി ഉണ്ടാ. നമസ്കാരം കുട്ടികളെ. സാധാരണ അജു ആണ് ആക്രാന്തത്തോടെ കഴിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യം സരിത ആക്രാന്തത്തോടെ ഞാവൽപ്പഴം തിന്നത് കണ്ടപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ സ്വന്തം ഞാവൽ മരത്തിൽ നിന്നും ഷീറ്റ് വലിച്ചു കെട്ടി പണിക്കാരനെ കൊണ്ട് പറപ്പിച്ചെടുത്ത ഒരു കുട്ട ഞാവൽപ്പഴം ആക്രാന്തത്തോടെ മുഴുവനും ഞാൻ തന്നെ തിന്ന കാര്യം ഓർത്തുപോയി. സരിത പറഞ്ഞത് ശരിയാണ്. ഞാവൽ, മുല്ലപ്പൂ, പഴുത്ത മാങ്ങ എല്ലാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കിട്ടുക. ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞു. എന്തൊക്കെയോ എൻ്റെ തലേന്ന് പോയ പോലെ. എൻ്റെ അജു ചിരിച്ച് ചിരിച്ച് എൻ്റെ ഡയഫ്രം വരെ ചളുങ്ങി. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. താനൊരു ജൂനിയർ ഇന്നസെൻ്റ് ആടോ മാഷേ. കടച്ചക്ക എൻ്റെയും ഫേവററ്റ് ആട്ടോ. അതിൻ്റെ തീയൽ അപാരം. ബജ്ജി ഉണ്ടാക്കാനും നല്ലതാ. അജുവിന് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പാവം സരിത കൊതിയോടെ ചോദിക്കുന്ന കാര്യങ്ങൾ അജു നിർദാക്ഷിണ്യം തള്ളിക്കളയുന്നത് കാണുമ്പോൾ എനിക്ക് ഇത്തിരി നീരസം അജുനോട് തോന്നാറുണ്ട്. സത്യം. ആ കുട്ടി നിങ്ങളോടല്ലാതെ അപ്പുറത്തെ നളിനാക്ഷി ചേച്ചിയുടെ കെട്ടിയവനോട് പറയാൻ പറ്റുമോ? ഹേ ഹൈ ഹോ. മനസ്സിലായില്ലേ? എനിക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവര് 2 കൈ നീട്ടി സ്വീകരിക്കും എന്നെ വല്ലതും ചോദിച്ചിരുന്നു കഴിഞ്ഞാൽ അറിയോ? മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വന്തം കെട്ടിയോളുടെ, അതായത് സരിതയുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്ക് നേരെ ഇനി കൊഞ്ഞനം കുത്തിയാൽ നിങ്ങളുടെ ഈ ജൈത്രയാത്രയിൽ ഞങ്ങളും ചേരുന്നു. ഭാവുകങ്ങൾ അത്യധികം സ്നേഹത്തോടെ ശാന്തി ചേച്ചി. അടുത്തത് ഷർമിള ദേവി. ഞാനൊരു മലപ്പുറം കത്തി അയച്ചു തരാം. ഇടയ്ക്കൊന്ന് അജുവിന്റെ കഴുത്തിന് നേരെ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതടിപൊളിയായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ബബ്ലു. സരിത ഇങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഫ്രൂട്ട് അത്രയ്ക്കും ഇഷ്ടമാണോ? യെസ്. അജിത ഷാജു. ഹായ്, ഞാവൽപ്പഴം നാടനാണ്. ചതഞ്ഞത് ഇപ്പോൾ വഴിയോരത്ത് കിട്ടുന്നില്ല. വരവാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് പഴുത്തത് നല്ല ടേസ്റ്റാണ്. അത് കഴിക്കുന്നത് നല്ലതാ. ഇനി കാണുമ്പോൾ പറയാതെ തന്നെ വാങ്ങി കൊടുക്കുക സരിതയ്ക്ക് അജു ഏട്ടാ. ഞങ്ങൾ കാണുമ്പോൾ വാങ്ങാറുണ്ട്. പിന്നെ പനനൂങ്ക് നല്ല ഇഷ്ടമാണ്. അതും വാങ്ങിക്കൊടുക്ക്. പനീർ മസാല സൂപ്പർ. പനനൂങ്കും ഞാൻ പറയാറുണ്ട്, വാങ്ങിച്ചു തരുമോ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ തോന്നിയാൽ വാങ്ങിച്ചു തരും കേട്ടാ. അപൂർവമൊക്കെ, അപൂർവം. അല്ലാണ്ടൊന്നും അങ്ങനെ എപ്പോഴൊന്നും വാങ്ങിക്കാറില്ലല്ലോ. ലാസ്റ്റ് വാങ്ങിച്ചത് ഒരു സമയങ്ങളുണ്ട്. ഈ സാധനം കാണണ്ടേ. അടുത്തത് നിഷിതോ അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല കേട്ടാ. സരിത, അജുവിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാവൽ ഇപ്പോഴും പഴുപ്പ് അധികമായാണ് കണ്ടിട്ടുള്ളത്. നാടൻ. ബട്ട് ഈ വർഷം കണ്ടമാനം വന്നിട്ടുണ്ട്. കരിമ്പ് പോലത്തെ വരവായിരിക്കും. ഞാനും ഒരു സെൻറ്റ് ജോസഫ് കരിയാണ്. സീനിയറാണ്. സിസ്റ്റർ ലിയോണി ആയിരുന്നു HM. ഞാൻ പഠിക്കുമ്പോൾ സെലിൻ ടീച്ചറായിരുന്നു HM. സെലിൻ ടീച്ചറായിരുന്നു, സിസ്റ്ററിലായിരുന്നു. അടുത്തത് സർവം സുന്ദരം. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയത്. ഭാര്യയ്ക്ക് നല്ല ഇഷ്ടമാണ്. ബാംഗ്ലൂർ നന്നായി കിട്ടും, നല്ല രസമാണ്. അടുത്തത് ജൊബീന. അതിനൊക്കെ എൻ്റെ ഹസ്ബൻഡ്. ഒരു സാധനം ഇഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി, പിന്നെ വീട്ടിൽ ഫുൾ അതാവും. കല്യാണം കഴിഞ്ഞ് 17 വർഷമായി. ഞാൻ മറന്നാലും ചേട്ടൻ മറക്കില്ല. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ഇനിയെങ്കിലും അജുവേട്ടൻ സരിതേച്ചിയുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിക്കണം കേട്ടോ. കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും, ബട്ട് കിട്ടുന്ന സന്തോഷം വലുതാണ്. ഞാവൽപ്പഴം, നത്തോലി, പനനങ്ക്, കുറച്ച് സാധനങ്ങളുണ്ട്. ഞാനേ മിഠായികളൊന്നും അങ്ങനെ തിന്നാറില്ല കേട്ടാ. എൻ്റെ വായിൽ തൊലി പോവും. ചെറുപ്പത്തിലേ തൊട്ട് എനിക്ക് ആകെപ്പാടെ ഞാൻ കഴിക്കണത് കപ്പലണ്ടി മിഠായിയാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും വരുന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു കപ്പലണ്ടി മിഠായിയുടെ ഒരു സാധനം ഉണ്ടാവും. കാരണം അച്ഛൻ അറിയാം. ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എപ്പോഴേലും കപ്പലണ്ടി മിഠായി. പിന്നെ എത്ര നോക്കൂ, വാങ്ങിച്ച് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് കേട്ടാ. കപ്പലണ്ടി മിഠായിയൊക്കെ വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് തോമസ് മംഗലം. വീഡിയോയിൽ സരിത ഞാവൽപ്പഴം തിന്നുന്നത് ഇടതടവില്ലാതെയാണല്ലോ. ഏതാണ്ട് ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കകൂട്ടാൻ തിന്നുന്ന പോലെ. ഒരെണ്ണം വായിലിട്ട് തിന്ന് തീരുന്നതിന് മുമ്പേ മറ്റേ കൈ കൊണ്ട് വേറെ എടുത്തു കഴിഞ്ഞു. ഏതാണ്ട് വാദിച്ച് തിന്നും പോലെ. അത്രയ്ക്ക് ഇഷ്ടം കൊണ്ടാണ് ചേട്ടാ. ഡാ എവിടേക്കത് വലിച്ചുകൊണ്ടോണ്? ചവിട്ടി എടുത്തിട്ട് കൊണ്ടുപോവാ ചാർലി. അടുത്തത് വിജയലക്ഷ്മി. നമ്മുടെ ടൗൺ ഹാളിന്റെ മുന്നിൽ ഒരു ഞാവൽ മരമുണ്ട്. സീസൺ ആയാലും മുഴുവനും റോഡിൽ വീണ് കിടക്കുന്ന കാണാം. വണ്ടി കയറി മുഴുവനും അരഞ്ഞിട്ടുണ്ടാവും. കൊതി തോന്നും, പക്ഷെ പറിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കൊതിയായി. കുറച്ച് നാൾ മുമ്പ് വഴിയരികിൽ നിന്ന് വാങ്ങി. വില കിലോ 400 രൂപ.
ദൈവമേ 160 രൂപയുള്ള നമുക്ക് റോട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പൊ ഈ സാധനം അടിപൊളി സാധനം വാങ്ങിച്ചോണത്. എവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചോണേ? ചേട്ടാ എവിടെ നിന്ന്? ഫ്രൂട്ട്സ് കടയിൽ നിന്നാ പറഞ്ഞേ. ഒല്ലൂരിന്ന്. വെറും 160 രൂപ. 400 രൂപ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലായിരിക്കും, വലിപ്പം കൂടി ഉള്ളതാവും. ഒക്കെ കണക്ക് തന്നെ. നമുക്ക് വെളിച്ചം അവിടെ ഇരുട്ടായി. അപ്പൊ വെളിച്ചം അവിടെ ഇരുട്ടായി. ഇരുട്ടാവാൻ തുടങ്ങി. ഇപ്പൊ എത്ര മണിയെന്ന് അറിയോ സമയം? 6:10. അപ്പോൾ വെളിച്ചം പോകും. അത് കാരണം ഞങ്ങൾ ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിരുന്നു കേട്ടാ. ജയ അശോക്, സരിത, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അടുത്ത വീട്ടുകാരുടെ ഒരു ഞാവൽ മരമുണ്ട്. 1983 എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ പോളിയുടെ വീട്. ആ ഞാവൽ നിൽക്കുന്ന വീടാണ് കേട്ടോ. ഈ പ്രാവശ്യം ഇല കാണാൻ പറ്റാത്ത രീതിയിൽ കായകളുണ്ടായി. കുറേ കുട്ടികൾ കയറി പറിച്ചു. ബാക്കി മുഴുവൻ അജു പറഞ്ഞ പോലെ റോഡിൽ വീണ് ചതഞ്ഞും വണ്ടി കയറും റോഡ് മുഴുവൻ മൊസൈക്ക് ഇട്ടതുപോലെ കിടക്കുകയായിരുന്നു. എന്താ പറയാ, അടുത്തുണ്ടായിട്ട് ഒരെണ്ണം കഴിക്കാൻ കിട്ടാതെ നോക്കി നോക്കി കൊതി വിടാനേ യോഗം ഉണ്ടായുള്ളൂ. അയ്യോ, അതെന്താ? കുട്ടികൾ പൊട്ടിക്കണാണുമ്പോൾ ചേച്ചിക്ക് അവരോട് പോയിട്ട് ഇടാ മോനെ ഒരു 2 തന്നേടാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണ്ടേ? ഞാനാണെങ്കിൽ അങ്ങനെ പോയി ചെന്ന് വാങ്ങിച്ചാൻ. അടുത്തത് ആഷ്മിൻ വിൽസൺ. ഹായ്, എന്തിട്ടത് ഇതിന്റെ ഇടയിൽ കൂടെ വരും നോക്ക്. വേറെ നിക്കാനൊരു സ്ഥലം ഇത് കണ്ണിൽ കുത്തിക്കൊള്ളോ? നല്ല സുഖാണ്ടിത് ചൊറിയുണ്ടാവും കടിക്കുമ്പളേ. ഹായ്, എൻ്റെ വീട് തൃശ്ശൂർ ടൗണിലാണ്. എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുവൈറ്റിലായിരുന്നു. എൻ്റെ അമ്മ കുവൈറ്റിൽ വന്നിരുന്നു കുഞ്ഞിനെ നോക്കാനായിട്ട്. അന്ന് അമ്മ ഞാവൽപ്പഴം വാങ്ങി കൊണ്ടുവന്നിരുന്നു. അത് നല്ല ഫ്രഷ് ആയിരുന്നു. 11 വർഷം മുൻപത്തെ കാര്യമാണ് കേട്ടോ. അന്നാണ് ഞാൻ ലാസ്റ്റ് കഴിച്ചത്. സരിത കഴിക്കുന്നത് കണ്ടിട്ട് കൊതി വന്നു. 11 വർഷം 23 കൊല്ലം മുന്നേ. 23 കൊല്ലം അതിലും മുന്നേയിരിക്കും ഞാൻ കഴിച്ചിട്ടുള്ളത് ലാസ്റ്റ്. ഇതെന്ത് ഭ്രാന്തി കാണിക്കണേ. അടുത്തത് വിജയലക്ഷ്മി. ജഗ്ഗുമോന് പൊന്മാൻ. വിജയലക്ഷ്മി, ജഗ്ഗുമോന് സെന്റ് തോമസിലാണ് കിട്ടിയത് അല്ലേ? നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അടുത്ത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇവിടേക്ക് വരാമല്ലോ. എന്തൊരു സ്നേഹം നോക്കിയാൽ ആൾക്കാർക്ക്. നന്നായി പഠിച്ച് മിടുക്കനാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വളരെ 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 സന്തോഷം ചേച്ചി, അങ്ങനെ പറയാൻ തോന്നിയില്ലോ. അടുത്തത് VGS നായർ. എനിക്കൊരു 3 പെഗ് വലിപ്പത്തിൽ കമന്റ് ഇടണം എന്നുണ്ട്. പക്ഷെ എൻ്റെ കമന്റ് വായിക്കുമ്പോൾ അത് 1 പെഗ് വലിപ്പത്തിൽ ചുരുങ്ങുന്നു. അതിനാൽ ഞാൻ 1 പെഗ് വലിപ്പത്തിൽ മാത്രമേ കമന്റ് ഇടുള്ളൂ. ഇടൂന്നേ 3 പെഗ് അടിച്ചിട്ടൊന്ന് ഇടാനിരുന്ന് നോക്കി. അപ്പൊ ചിലപ്പോൾ അത്ര വലിപ്പത്തിൽ വരും. ജഗ്ഗുവിന് ആശംസകൾ. വലിയ വലിയ ആൾക്കാർ പഠിച്ച കോളേജിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയതിന്. അടുത്തത് ഷാജു വിയൂർ. എൻ്റെ പേര് ഋദ്വിൻ. ഞാനും സെന്റ് തോമസ് കോളേജിൽ +1 അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എടുത്തത്. ജഗ്ഗു ഏത് കോഴ്സ് ആണ് എടുത്തത്? സെയിം കോഴ്സ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലായിരിക്കും. ഋദ്വിൻ അല്ലേ? അടുത്തത് പറയാം. റെജി പോൾ CST മേരീസ് ഹൈസ്കൂൾ. You are my favorite YouTuber. Your talks help me to forget my sorrows. You are like my own brother and sister. God bless you. Jaggu, all the best. സന്തോഷം. അടുത്തത് ബേബി രാധാകൃഷ്ണൻ. ജഗ്ഗുമോന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ വീട്ടിലെ കുട്ടി പെട്ടെന്ന് വലുതായ പോലെ തോന്നി. അവന്റെ ഭാവി എല്ലാം നന്നാവട്ടെ. ഇതില് ജഗ്ഗുവിന് ആശംസകൾ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് കൂടുതൽ കേട്ടാ. അപ്പൊ എല്ലാരും ഒന്നും വായിക്കാൻ പറ്റിയില്ല, നിറയാണ്. അടുത്ത് മിനി ദിവാകരൻ. ഗുഡ് മോർണിംഗ് അജു, സരിതൻ, ജഗ്ഗു. രാവിലെ തന്നെ മീൻകറി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. ഈ മിനി ചേച്ചിയാണ് കേട്ടോ നമുക്ക് മീൻ കൊടുത്തയച്ചത്. സാൽമൺ. എല്ലാവർക്കും മീൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നേ വരെയും സാൽമൺ കറി വെച്ച് ഉണ്ടാക്കിയിട്ടില്ല. മീൻകറി ഉണ്ടാക്കിയിട്ടില്ല. ഇനി ദുബായ് ചെന്നിട്ട് വേണം മീൻകറി ഉണ്ടാക്കാൻ. 3207. സരിതയ്ക്ക് മീൻകറി ഇഷ്ടപ്പെട്ടോ? എനിക്ക് മീൻകറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വറുത്തത് മീനിന്റെ കുഴപ്പമില്ല കേട്ടാ. അത് അത്ര കട്ടിയുള്ള മീനുകൾ ഞാൻ ഒരു മീനുകളും കഴിക്കാറില്ല. പക്ഷെ അത് പലരും പറയണെന്തിട്ടെന്നറിയോ, ആ മീനിന്റെ തുടക്കത്തെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. കാരണം നമ്മളുടെ രുചി എന്ന് പറയുന്നത് ഇവിടത്തെ നാടൻ ഇങ്ങനത്തെ മീൻ കഴിച്ചിട്ടേ ആ മീനിന്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന്. കഴിച്ച് പിന്നെ നമുക്കത് നല്ല ഇഷ്ടാവുന്നു. പിന്നെ അതില് ഭയങ്കരമായിട്ട് കൊളാജനുള്ള മീനാന്നത്. മഴനിലാവിലെ പാട്ടുപാടി കേട്ടതിൽ വളരെ സന്തോഷം. ഈ പ്രാവശ്യമെങ്കിലും ദുബായ് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും വന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട്. കാണാമല്ലോ. അടുത്തത് വിനീത മാർക്സ്.
സാൽമൺ ഫിഷിനെ സാമൻ എന്നാണ് പറയുക. എൽ പറയില്ല, സാൽമൺ എന്ന് പറയില്ല, സാമൻ എന്ന് പറയണമെന്ന്. ഒമേഗ 3 ഫാറ്റി ആസിഡും വൈറ്റമിൻ ഡി റിച്ച് ആയതിലാണ് പ്രസിദ്ധം. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, റബ്ബറി പോലെ ആവും. മാക്സിമം കുക്കിംഗ് ടൈം 3 to 5 minutes. ചുമ്മാ എണ്ണ ദോശയ്ക്ക് തൂക്കുന്ന പോലെ തൂത്താൽ മതി, കാരണം മീനിൽ നിന്ന് ധാരാളം എണ്ണ കുക്ക് ചെയ്യുമ്പോൾ ഇറങ്ങി വരും. കൂട്ടത്തിൽ വെജ് സ്റ്റിർ ഫ്രൈ കൂടെ സൂപ്പറാണ്. അല്ലെങ്കിൽ പൊട്ടാറ്റോ, ഒരു പൊട്ടാറ്റോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ സൂപ്പർ. അതാണ് ഒറിജിനൽ ടേസ്റ്റ് ആ മീനിൻ്റെ. അല്ലെങ്കിൽ ഗ്രിൽ. നമ്മൾ ഈ ഊള മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, എന്ത് കിട്ടിയാലും കുറേ മല്ലിയും മുളകും മസാലയും ചേർത്ത് കുളമാക്കി ഓതൻറ്റിക് ടേസ്റ്റ് കളയുക എന്നത്. എനിക്ക് ഇങ്ങനെ മീൻകറി വെക്കുന്നവരെ കണ്ടാൽ കല്ലെറിയാനാണ് തോന്നുക. അയ്യോ, എന്നെ കല്ലെറിയിരിക്കോട്ടെ. കാരണം അങ്ങനെ കറി വയ്ക്കുമ്പോൾ അതിൽ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. ഓരോന്നിനും അത് വെക്കേണ്ട രീതിയുണ്ട്. നമ്മുടെ സാമ്പാറിൽ ചിക്കൻ ഇട്ടാൽ ശരിയാകുമോ? ഇഞ്ചിക്കറിയിൽ മോരൊഴിച്ചാൽ പറ്റുമോ? 15 വർഷം മുൻപേ ഞാൻ വിചാരിക്കും നാട്ടിലെ അമ്മമാരുടെ ജീവിതം മുഴുവൻ അടുക്കളയിലാണെന്ന്. 24 മണിക്കൂർ മുമ്പ് ആലോചിച്ചാലാണ് പിറ്റേ ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകാറുള്ളൂ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ലതെന്ന്. ബ്രെഡ്, എഗ്ഗ്, മിൽക്ക് ഓർ ജ്യൂസ് ഓർ ഫ്രൂട്ട്സ്, അതിലെല്ലാം ഉണ്ട് കാർബ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് വൈറ്റമിൻ പ്ലസ് കാൽസ്യം. പണിയും സമയവും ലാഭം. നമുക്കോ പുട്ടും പഴവും, ഇതിലെന്തുണ്ട്? കാർബ് മാത്രം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ലാസ്റ്റ് പ്രമേഹവും കുടവയറും. എൻ്റെ വീട്ടിൽ അധികവും നമ്മുടെ തരം ഫുഡല്ല. വൈകുന്നേരം മിക്കവാറും ചിക്കനും വെജ് സ്റ്റിർ ഫ്രൈ ആണ്. വയറിനും മനസ്സിനും സുഖം. അത് ശരി, അത് നല്ലത്. എല്ലാവരും ഷുഗർ രോഗികളും പ്രമേഹ രോഗികളും ഒക്കെയായി. അതെ, ഷുഗറും പ്രമേഹവും ഒന്നുമില്ല. അതെ, മറ്റേ കൊളസ്ട്രോള് ആ ചെടിയിലുള്ളിൽ കയറിക്കണം. ഇപ്പോൾ നല്ല സുഖം ഉണ്ടാവും. അടുത്തത് ലതാ മോഹൻ. പട്ടച്ചാരായം ഒഴിച്ച് കൊട്ടാരം നാറ്റിച്ചു എന്ന് പറയണ പോലെ അജു സാൽമൺ മീനിലെ മത്തിയോടും ഉപമിച്ചു. ഇരുമ്പുളി ഇട്ട് കറി വെക്കാം എന്ന് പറഞ്ഞും നാറ്റിച്ചു. ഈ മീൻ ഞാൻ മോളുടെ അടുത്ത് UK പോയപ്പോൾ ധാരാളം കഴിച്ചിട്ടുണ്ട്. അവിടെ കിട്ടുന്ന പ്രധാന മീനാണിത്. ഞങ്ങൾ അതിൽ നന്നായി മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ വറുക്കുന്ന പോലെ വറുത്തും കറി വെച്ചുമാണ് കഴിക്കാറ്. ഒരു ദിവസം തൊട്ടടുത്ത പാർക്കിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഇംഗ്ലീഷുകാർ ഈ മീൻ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ട് കുട്ടികൾ പറഞ്ഞു നമുക്കത് വാങ്ങി കഴിച്ചു നോക്കാമെന്ന്. അവരുണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു അതിൽ ഉപ്പുമില്ല മുളകും ഇടുന്നില്ല, അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവരുണ്ടാക്കി കഴിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കും കഴിച്ചു നോക്കാം, ഇതൊക്കെ ഒരു അനുഭവമല്ലേ എന്ന്. എന്നാൽ വാങ്ങി അനുഭവിച്ചോളാം ഞാനും പറഞ്ഞു. അവർ അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. കുറേ നേരം ക്യൂ നിന്ന് വലിയ വില കൊടുത്ത് ഞങ്ങൾ അതിലൊരു പീസ് വാങ്ങി. ഞങ്ങൾ 12 പേര് കഴിച്ചു. എല്ലാവർക്കും ഒന്ന് നുള്ളാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് നുള്ളി വായിൽ വെക്കുന്നവരുടെ മുഖഭാവം ഞാൻ നോക്കി നിന്നു. അവരുടെ മുന്നിൽ നിന്ന് തുപ്പാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും വിഴുങ്ങി. ലാസ്റ്റ് ഞാനും പിച്ചി വായിൽ വെച്ചു. എൻ്റെ സരിതേ, പച്ചമീൻ ഉപ്പും മുളകും ഇടാതെ ചൂടാക്കിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് സാധനം. എത്ര ആരോഗ്യകരമാണെന്ന് പറഞ്ഞാലും മലയാളിക്ക് അത് കഴിക്കാൻ പറ്റില്ല. അല്ല, പലരും അനുഭവങ്ങളെ ഈ മീനിനെ കുറിച്ചുള്ള പലരും അനുഭവങ്ങൾ നമ്മളിതില് ടേസ്റ്റ് പലരുടെയും പല പോലെ. ചിലവർക്ക് അത് ഓക്കെ ആയിട്ട് തോന്നും, ചിലവർക്ക് അത് ഇങ്ങനെയാക്കി കഴിക്കേണ്ടി വരും. കാരണം നമ്മളിത് ശീലിച്ചു പോയില്ലേ, ഈ കുറെ മുളകും മല്ലിയും മഞ്ഞളും മസാലയൊക്കെ ചേർത്തിട്ടുള്ള സാധനം നമ്മളത് ശീലിച്ചു പോയി. അതാണ്. ജയകുമാരി. പഠിക്കുന്ന കാലത്ത് ഓരോ പിള്ളേർ നിറയെ ചിമ്പകം വെച്ചു വരും. അത് കണ്ട് കൊതിക്കാനല്ലാതെ ഒരു വഴിയുമില്ല. കൊഴിഞ്ഞു പോയാലും തരാത്ത ചില വീട്ടുകാർ ഉണ്ട്. ഇന്ന് നമുക്ക് വയസ്സായി, പൂവും വേണ്ട ഒന്നും വേണ്ട. ആഗ്രഹിച്ച കാലത്ത് കിട്ടിയില്ല. ഞാനും ഒരു ചെമ്പകം നടും, വരും തലമുറയ്ക്ക് വേണ്ടി, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. ഞാൻ പാലക്കാട് നെന്മാറയിലാണ് പഠിച്ചത്. ഇപ്പോൾ ട്രിവാൻഡ്രമാണ്. നമുക്കറിയാം, നമ്മുടെ അവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ ചെമ്പകമരം ഉണ്ട്, വലിയ ചെമ്പകമരം ഉണ്ട്. ചെമ്പകപ്പൂ ഉണ്ടായി അതിന്റെ അവിടുത്തെ കാർന്നരല്ലേ വടിയും പിടിച്ച് അവിടെ നിൽക്കും, ആ മിറ്റത്ത് കസായിട്ടിരിക്കും. കാരണം ചെമ്പകപ്പൂ വരുന്നവരൊക്കെ കയറി പൊട്ടിക്കാൻ ഒരാൾക്ക് പോലും കൊടുക്കില്ല. മനസ്സിലായ? കാശിന് കൊടുക്കാള്, കാശിന് ചെമ്പകപ്പൂ കൊടുക്കും. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഇപ്പം ആർക്ക് വേണം ചെമ്പകപ്പൂ? അന്ന് കാലത്ത് ഇതൊക്കെ വലിയ സംഭവമായിരുന്നു. ചെമ്പകപ്പൂ അതിനല്ലേ നിനക്കിപ്പോ ചെമ്പകം വെച്ചോണ്ട് ഇവിടെ. ഞാനത് വാടിയിട്ടും കളഞ്ഞില്ല. കാരണം വാടുമ്പോൾ കിട്ടണ മണം വേറെയാ, അതിൻ്റെ ഓർമ്മകൾ വേറെയാ. അതായത് നമ്മൾ ബോക്സിൽ വെച്ച് അടച്ചിട്ട് പിറ്റേ ദിവസം അത് വാടിയാൽ അത് എടുത്ത് കളയില്ലേ. അപ്പൊ ആ മണമൊക്കെ വരുമ്പോഴേ എനിക്ക് അതൊക്കെ ഓർമ്മ വരാം. അത് ഉണങ്ങിയാലൊരു വേറെ മണ, പുസ്തകത്തിന്റെ ഇടയിൽ വെച്ച് ഉണങ്ങില്ലേ. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. സാൽമണിനോട് ചേർത്ത് പറയാൻ പറ്റിയ മീൻ ചാള തന്നെയാണ്. രണ്ടിലും ഉള്ളത് കറക്റ്റാ. ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. അജു ചേട്ടൻ എന്തേലും പറഞ്ഞു പെട്ടാൽ അപ്പം പിന്നെ അത് തമാശ. മനസ്സിലായ? ചേട്ടൻ തൊട്ടേലും പറഞ്ഞിട്ട് അത് പെട്ടു എന്ന് മനസ്സിലാക്കി ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ, കണ്ടു തമാശയ്ക്ക് മാറ്റും.
നീ അത് സീരിയസ് ആയിട്ട് എടുത്തൂലേ. ഗീത സന്തോഷ്, അജു സരിത ജഗ്ഗുകൂട്ടന് സാൽമൺ മീൻ ഇഷ്ടമായോ? അവനിഷ്ടായി. ജപ്പാൻകാരുടെ ഏറ്റവും സ്വാദുള്ള വിഭവമാണ് സുഷി. ഈ മീൻ കൊണ്ടാണ് ഉണ്ടാക്കുക. പച്ചമീൻ അല്ലേ? പച്ചമീൻ അവർ തുന്തുരുണ്ടാക്കും. ഓയിഷി അതായത് നല്ല സ്വാദുള്ളത് എന്നർത്ഥം എന്ന് പറഞ്ഞ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. ഓയിഷി എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ മീൻ കഴിക്കില്ല. അജുവിന് മീൻ വളരെ ഇഷ്ടമാണല്ലോ. ആസ്വദിച്ചു കഴിച്ചു അല്ലേ? അതെ, ആസ്വദിച്ചു കഴിച്ചു. അടുത്തത് ദിൽന CV. അതെന്താ ചേട്ടന്റെ മേല് മാത്രം തൂളണ, എന്റെ മേല് തൂളാണ്ട്? കയ്യുമലൊക്കെ കരി. അത് ഞാൻ ആ സാധനം എടുത്താക്കിപ്പോ കരി. ഏത് സാധനം? ഏത് സാധനം? എന്തോ ഒരു സാധനം എടുത്താക്കിപ്പോ. എവിടേക്കാ പോയെന്ന് ദൈവത്തിന് അറിയാം. ഞാൻ അവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇന്നാണെങ്കിൽ കരിയുള്ള ചട്ടി സാധനങ്ങളൊന്നും ആയിട്ടും ഇല്ലല്ലോ ദൈവമേ. 15:08 ദിൽന CV പറയണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അതെ, വാലി ലൈഫ്. ഇൻ ദിസ് കേസ് അജു ചേട്ടൻ ബട്ടർ ആൻഡ് ഗാർലിക് ചെയ്ത രീതിയാണ് കറക്റ്റ്. സരിതേച്ചി വാസ് റോങ്. ഓൺലി പ്രോബ്ലം വാസ് ടു മച്ച് ഒലിവ് ഓയിൽ. ഞാൻ ഗ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് റോങ് ആണ്. ചേട്ടൻ ചെയ്ത രീതിയാണ് ശരി. പക്ഷെ ഒരു കാര്യം, അതായത് ഒലിവ് ഓയിൽ ഇത്തിരി അധികമായി പോയി. അടുത്തത് സജി നെല്ലിശ്ശേരി. അജുബ്രോ ആൻഡ് സരിത, സാൽമൺ വെച്ചത് കാണുമ്പോൾ സന്തോഷമായി. ഈ മീൻ ചുവപ്പ് ചാറ് വെക്കുന്നതാണ് നല്ലത്. അജുബ്രോ പറഞ്ഞതുപോലെ ഇരുമ്പുപുളി ഇട്ട് വെക്കരുത്. അജുബ്രോ ആദ്യം ഒലിവ് ഓയിൽ വളരെ കൂടുതലാണ് ഒഴിച്ചത്, വളരെ കുറച്ച് മതി. അതിനുശേഷം സരിത പറഞ്ഞതുപോലെ മീൻ മാറ്റി വെച്ച് ബട്ടറിൽ ഗാർലിക് ഒന്നും മൊരിയിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇടാറുണ്ട്. അവസാനം കുറച്ച് പാഴ്സ്ലി ഇടുന്നത് നല്ലതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നത്. സാൽമൺ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. നമ്മുടെ നാട്ടിലെ മീൻ തന്നെ നല്ലത്. ഞങ്ങൾ ടൊറന്റോയിലാണ്, നാട്ടിൽ തൃശ്ശൂർ. ഞാൻ വളർന്നത് കുരിച്ചിറയിലാണ്. നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും കാണും. തൃശ്ശൂർ മിസ് ചെയ്യുന്നു. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിൽ വന്ന പോലെ തോന്നും. കുരിച്ചിറ ഇവിടെ അടുത്താ. അപ്പം നമ്മുടെ ഭാഷ, ചേട്ടൻ്റെ ഒക്കെ സംസാരം കറക്റ്റ് ഈ കുരിച്ചിറ ഒല്ലൂര് ഇവിടുത്തെ ഭാഷയാണ്. അതായത് തൃശ്ശൂർ സ്ലാങ് തന്നെ ഉണ്ട്, കുറച്ച് വേറെ പലതരം ഉണ്ട് അല്ലേ? ഈ കൊടുങ്ങല്ലൂർ വശത്ത് പോകുമ്പോൾ വേറെ ടൈപ്പ് അല്ലേ? വേറെയാണ്. അങ്ങനെ വേറെ വ്യത്യാസമുണ്ട്. പിന്നെന്തിട്ടാ, നാട്ടിൽ വരുമ്പോൾ കാണണം. പ്രഗ്നൻസി സ്റ്റോറി കണ്ടപ്പോൾ ഞങ്ങളുടെ പോലെ തന്നെ എനിക്ക് ട്വിൻസ് ആണ്, മോനും മോളും. 14 വയസ്സാകുന്നു. ബ്രദേഴ്സ് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് കാരണം നല്ല രസമായിരിക്കില്ലേ? ഇനി പിന്നെ എഴുതാം. നന്ദി. സാജ് എന്നാണോ? അപ്പൊ സജി എന്നല്ലേ? സോറി, ഐ എം റിയലി ബാഡ് ഇൻ ടൈപ്പിംഗ് മലയാളം. ഇറ്റ് ടുക്ക് മീ ഓൾമോസ്റ്റ് an hour to do this. അയ്യോ, ഇത്രയ്ക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ 1 മണിക്കൂർ എടുത്തു. പാവം. When I hear Sarita talking to Aju bro, I think here in Toronto, this is exactly the way I talk to my husband. Adivoli. We also have a patio in our backyard and we grill chicken and salmon. But our favorite is coconut milk fish curry. അപ്പോൾ എന്നിട്ടാ നമ്മൾ സംസാരിക്കില്ലേ, ഞാൻ ചേട്ടനോട് സംസാരിക്കുന്നത് അതേപോലെയാണെന്ന്. ഈ പെൺകുട്ടി അതിന്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുക. പിന്നെന്തിട്ടാ നാട്ടിൽ വരുമ്പോ കാണാം. അതന്നെ കുരിച്ചിറമ്പ് തൊട്ടടുത്തല്ലേ? അതെ. അടുത്ത് സിജി രാജേഷ്. മാങ്ങ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 45 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുവളപ്പിൽ നിന്ന് വെട്ടിപ്പോയ മാങ്ങയുടെ മണം. ആ മണം പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഓർമ്മയുടെ ഏതോ അറയിൽ ആ മണം കിടക്കുന്നു. 45 വർഷങ്ങൾക്ക് ശേഷം ആ മണമുള്ള മാങ്ങ കണ്ടു കിട്ടുമ്പോഴുള്ള സന്തോഷം. സരിത ചെമ്പക മണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓർമ്മ വന്നു. എനിക്ക് അങ്ങനെ ഒരു മണം ഓർമ്മയുണ്ട്. പണ്ട് അച്ചമ്മ എൻ്റെ നീളം മുടി മെടഞ്ഞിട്ട് വെച്ച് തന്നിരുന്ന മുല്ലപ്പൂ. അത് ശരിക്കുള്ള മുല്ല അല്ലായിരുന്നു, വേലിക്കൽ പടർന്നു നിന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അച്ചമ്മ ഒന്നുമില്ലാതെ ആയപ്പോഴാണ് ആ മണം ഓർമ്മയിൽ വരുന്നതും. നഴ്സറിയിലൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. ഒരിക്കലൊരു വീട്ടിൽ കണ്ടപ്പോൾ കയറി ചോദിച്ചു. അയാൾ പറഞ്ഞു മഴ പെയ്യുമ്പോൾ വരാൻ. പിന്നെ ആ വഴിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇടയ്ക്ക് ആ മണം ഓർമ്മ വരും, അച്ചമ്മയുടെ മണം. ശരിയാണ്, ചില മണങ്ങളില്ലേ, ചില ആളുകൾ അത് തന്നിരുന്ന അപ്പം നമുക്ക് ആ ആളുകളെ അവരെയൊക്കെ ഓർമ്മ വരും. നമുക്ക് ഇങ്ങനെയാണ് ഒരു മണത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക, ഇങ്ങനത്തെ മണം അല്ലേ? പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യണം. നമ്മള് ഒരു കാട്ടുമുല്ല കൊണ്ടു വെച്ചിട്ടില്ല അവിടെ നമ്മുടെ വീട്ടില് ഉണ്ടായിട്ടില്ല. അത് ഒരു ടൈമില് ഒരു 5-6 ദിവസം മണം ഉണ്ടാവുള്ളൂ. നമ്മള് സാധാരണ മുല്ലില്ല. അതെ, എന്തൊട്ട് അതിന്റെ മണം എന്നറിയോ പൂത്തുണ്ടെങ്കിൽ. അടുത്തത് സിജോ സോണി. ഓ, ഈ അജുവേട്ടനെ പിടിച്ച് ഭിത്തിയിലിട്ട് ഉരയ്ക്കാൻ തോന്നുന്നു. പറഞ്ഞാലൊന്ന് അനുസരിച്ചാൽ എന്താ പൊന്ന് സരിതേ, പറഞ്ഞാൽ കേൾക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും പൊട്ടത്തരം കണ്ടാൽ പറയാതെ എങ്ങനെ ഇരിക്കും, എല്ലാം തമാശ എന്നൊരു ഡയലോഗ് അജുവിൻ്റെ വക.
എല്ലാവരും എന്നോട് ചോദിക്കണ കാര്യം അതാ, പറഞ്ഞാൽ കേൾക്കില്ലെന്ന് അറിഞ്ഞിട്ട് എന്തിനാ ഈ എനർജികളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴേ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് പറയും, അങ്ങനെ ചെയ്യല്ല ചേട്ടാ, ഇങ്ങനെ ചെയ്യിച്ചേട്ടാ, അങ്ങനെ പറഞ്ഞു പോകും നമ്മൾ. ജിനി പ്രശാന്ത്, ഞങ്ങൾ സൗദിയിൽ 4 വർഷം ഉണ്ടായിരുന്നു. മിക്കവാറും ഈ സാൽമൺ ഫിഷ് വാങ്ങി നമ്മുടെ രീതിയിൽ തന്നെ കറി വെക്കുകയും വറക്കുകയും ചെയ്യുമായിരുന്നു. ഏത് രീതിയിൽ വെച്ചാൽ ഈ മീൻ ടേസ്റ്റ് ആണ്. നമ്മുടെ രീതിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, അത്ര തന്നെ. ജിനി പ്രശാന്ത് കണ്ട, ചിലർ ഏതും ഇതിന് ടേസ്റ്റിലാണ്, ചിലർ പറയും ടേസ്റ്റ് ഉണ്ടെന്ന്. ചിലവർക്ക് ആ ഒതന്റിക് ആയിട്ടുള്ള അവർ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. ചിലവർക്ക് നമ്മുടെ രീതിയിൽ ഇങ്ങനെ മുളക് ചാറ് ഒക്കെ ഇട്ടിട്ട് വെക്കാനാണ് ഇഷ്ടം. ഇതിന് എന്താ പറ്റിയത്? എല്ലാ ചെടികളുടെ ഇടയിൽ കൂടെ ആളിങ്ങനെ നൂണ്ട് ഇങ്ങനെ പോവാ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ, ക്യാമറ ട്രൈപോഡിലല്ലേ ഇരിക്കണം, അത് കാരണമാണ് കാണിക്കാൻ പറ്റാത്തത്. അതായത് നമ്മുടെ ഈ ചെടികളൊക്കെ ഇവിടെ നിൽക്കുന്ന ചെടികൾ 4-5 ഒരുമിച്ചല്ല വെച്ചാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കിടക്കുക. എന്നിട്ട് കടന്ന് ആള് പുറത്തേക്ക് എത്തി, ആൾ അടുത്ത മരത്തിന്റെ ഉള്ളിൽ കയറി. അതെന്താന്നറിയോ, നല്ല കടിയില് മേത്ത് നല്ല ഒരു കണ്ണിലെല്ലാം കുത്തിക്കൊള്ളു. ആ ചെടിയുടെ ഉള്ളിക്ക് വെക്കാൻ നിറച്ച് ചൊറിയാകുമ്പോഴും ഉണ്ട്, നല്ല സുഖം കിട്ടും. അടുത്തത് സോഫി തോട്ടാൻ, ചേട്ടൻ ചൂടായി, വാക്കിന് കളിയാക്കൽ എങ്ങനെ ചൂടാവാതിരിക്കും? ഫ്രൈയിങ് പാനിൽ എണ്ണ പോർ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ചൂടായത് ചേട്ടനല്ല പാനാണെന്ന് മനസ്സിലായതെന്ന്. ഞാനതിൽ പറയുന്നുണ്ടേ ചേട്ടൻ ചൂടായിന്ന്. അപ്പൊ ഇവര് വിചാരിച്ചു ഞാനിങ്ങനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കല്ലോ, അപ്പൊ ചേട്ടൻ ചൂടായി എന്നാ ഞാൻ പറയണേന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് പാത്രം ചൂടായിന്നായിരുന്നു. ഷീജു ജോൺസൺ, ഹായ് അജു. ചെമ്പകം ഷുവർ ആയും സ്കൂൾ കാലത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. പിന്നെ സാൽമൺ ഫിഷ് നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ, വല്ലാത്ത ടേസ്റ്റാണ്. ഞാൻ അയർലൻഡിൽ പോയപ്പോൾ കഴിച്ചു, വല്ലാതെ പാടുപെട്ടു കഴിക്കാൻ. ലതാ പിള്ളൈ, ഐ മെയ്ഡ് സാൽമൺ ഫിഷ് കറി യെസ്റ്റർഡേ. It's loaded with omega-3 fatty acids. In the USA, salmon is one of the more expensive fish varieties. I like to fry it with Indian spices. Make it Kerala style. കണ്ട, ഓരോരുത്തർക്കും ഓരോ ഇതുകളാണ്, രീതികൾ. പിന്നെ അത് മാത്രമല്ല, ഈ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഈ സാൽമൺ ഉണ്ട് മീൻ. ഇപ്പൊ ഇന്ന് ഒരാൾ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, വലിയൊരു സാൽമൺ വാങ്ങിച്ചിട്ട് ആള് UK-ൽ. അടുത്തത് ഗൗരി കേശവ്, അജേട്ടനും സരിതയും സാൽമൺ ഫിഷ് കറി വയ്ക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തലേദിവസം സാൽമൺ ഫിഷും പുഴുക്കും കൂട്ടി പഴങ്കഞ്ഞി കഴിക്കുന്ന ഞാൻ കേരള സ്റ്റേറ്റിൽ തന്നെയാണ് ഈ മീൻകറി വെക്കുക. ഇവിടെ ഹസ്ബൻഡിനും മക്കൾക്ക് ഇത് വളരെ ഇഷ്ടമാണ്. ഇവിടുത്തെ രീതിയിൽ ഞാൻ പരീക്ഷിച്ചു, ഫെയിലായി പോയതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കും. അടുത്തത് ജയ അശോക്, അജു സരിതയും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ, എന്നാലും കുട്ടികൾ ഒരു വ്ളോഗും കാണാറില്ല. എന്നാൽ ഇന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ വീഡിയോ കാണാനിടയായി. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള തർക്കം കണ്ടിട്ട് നല്ല ചിരിയായിരുന്നു. ആദ്യമായി മോൻ ഒരു 5 മിനിറ്റ് കണ്ണെടുക്കാതെ TV-യിൽ തന്നെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല അല്ലേ എന്ന്. അതെ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത്, നാച്ചുറലായിട്ട് തന്നെ വരുന്ന സാധനം മനസ്സിലാവും. അടുത്തത് KS, ചെമ്പകപ്പൂവിൻ്റെ മണം അറിയുമ്പോൾ പഴയ കുട്ടിക്കാലത്തേക്കോ എവിടെയോ നഷ്ടപ്പെട്ടു പോയ പ്രണയകാലത്തേക്കോ ഓടിയെത്തും. എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക സ്ഥാനമാണ് ചെമ്പകപ്പൂവിന്. ശരിക്കും പറയാം, ചേട്ടൻ വല്ലവർക്കും കൊടുത്തിട്ടുണ്ടോ? ടീച്ചർമാർക്ക് കൊടുത്തിട്ടില്ലേ? ചേട്ടൻ വേറെ ലെവലാ, നമ്മളൊന്നും ചിന്തിക്കണ പോലല്ല. ടീച്ചർമാരോടൊക്കെ ആയിരുന്നു പ്രണയം. ചെമ്പകപ്പൂ കിട്ടാൻ ഒരു വഴിയില്ല നമുക്ക്. അപ്പൊ കിട്ടാത്തത് കൊണ്ടാണ് കൊടുക്കാണ്ടിരുന്നല്ലേ? അയ്യോടാ പാവം, അത് ഞാൻ അറിഞ്ഞില്ലേ. കിട്ടാനൊരു വഴിയില്ല ആർക്കും. നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ആർക്കും ചെമ്പകപ്പൂ കിട്ടാൻ ഒരു വഴിയില്ല. കൂട്ടുകാരന്മാരുടെ അല്ലാന്ന് ഞാൻ പറഞ്ഞത്, ആർക്കും ചെമ്പകപ്പൂ കിട്ടാൻ വഴിയില്ല. ഇവിടുന്ന് ചെമ്പകമരല്ലേ. ജഗദീഷിന്റെ പോലെ ഞാൻ മാത്രല്ല അവര്. എന്ത് കാര്യം പറഞ്ഞാലും. അയ്യോ, റെയിൻബോ പ്ലാന്റർ, സരിതേച്ചി പറഞ്ഞത് 100% ശരിയാണ്. ചില മണങ്ങൾ ഓർമ്മകളെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ എത്തിക്കാൻ വല്ലാത്ത ശക്തിയുണ്ട്. എനിക്ക് മണ്ണെണ്ണയുടെ സ്മെല്ല് പണ്ട് കാലത്തെ പവർക്കോട്ട് ഓർമ്മ വരും. പനിനീർ റോസിന്റെ മണം വരുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരും. സ്കൂൾ പോകുമ്പോൾ തലയിൽ പൂക്കൾ നിർബന്ധമായി എനിക്ക് വേണം, പ്രത്യേകിച്ച് റോസാപ്പൂക്കൾ, എന്നും കിട്ടില്ലല്ലോ. പിന്നെ തിളച്ച ചോറിന്റെ മണം, പുതിയ ബുക്കിന്റെ, ഡ്രസ്സിന്റെ, ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ഓർമ്മകൾ വരുന്ന മണങ്ങളാണ്. ശരി, ഞാൻ പഠിക്കുമ്പോഴും എല്ലാ ദിവസവും റോസപ്പൂവ് അങ്ങനത്തെയൊക്കെ വെച്ച് തരാൻ കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ തലയിൽ എന്താണോ വെക്കാൻ, ചിലപ്പോൾ മുടി അധികം ഇല്ലാത്തതുകൊണ്ടാവും വെക്കാൻ. ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തത് വെച്ച് നോക്കുമ്പോ അന്ന് എനിക്ക് മുടിയില്ല. അതായത് അന്ന് വേറെ പിള്ളേരെ മുടി കാണുമ്പോഴേ എനിക്ക് അധികം ഇല്ലായിരുന്നു എന്ന്. പക്ഷെ ആ മുടി ഇപ്പൊ ഉള്ള മുടിയുടെ ഒരു 4 ഇരട്ടി ഉണ്ടായിരുന്നു. ഒരു അന്നത്തെ മുടിയുടെ ഒരു 1/4 ഭാഗം എനിക്കുള്ളൂ ഇപ്പൊ. ഉള്ളിട്ടാ ഉള്ളു കുറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മള് നീളം കുറച്ചിട്ടത്. അല്ലെങ്കിൽ ഇത്ര മുടി ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ആ തലയിലത്തെ ട്യൂമർ വന്നിട്ട് സർജറി ചെയ്തില്ലേ, അതിനുശേഷം പോയി ഇത്. അടുത്തത് സാബു സെബാസ്റ്റ്യൻ,
അജു നിങ്ങൾ കുടിലിനടുത്തുള്ള കിണറിനെ പേടിപ്പെടുത്തുന്ന കിണർ, മലമ്പാമ്പുണ്ട്, ഭയാനകമാണ് എന്നൊക്കെ പറയുന്നു. പട്ടി ആടിപ്പോകാതിരിക്കാൻ മതിൽ ഹൈറ്റ് കൂട്ടുന്നു, തേക്കുന്നു, പെയിന്റ് അടിക്കുന്നു, കുറേ കാശ് ചെലവാക്കുന്നു. എന്നിട്ടും പട്ടികൾ മതിൽ ചാടുന്നു. അജു തപ്പാൻ പോകുന്നു. എൻ്റെ അജു സരിത കുറച്ച് പൈസ ചെലവാക്കി ആ കിണറിൻ്റെ അവിടെയുള്ള ഗ്രില്ലെടുത്ത് കളഞ്ഞൊരു ഭിത്തി കെട്ടിക്കൂടെ ചങ്ങായിമാരെ? അപ്പോൾ ഇത്ര പേടിക്കാനുണ്ടോ? ആ ഭാഗം നല്ല വൃത്തിയാകുകയും ചെയ്യുമല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ മിസ്റ്റർ അജു? അല്ല, അത് നമ്മൾ കെട്ടാൻ വിചാരിച്ചു തന്നെയായിരുന്നു. കെട്ടാനുള്ള പ്ലാനെല്ലാം അവിടെ വരെ എത്തിച്ചിട്ട് പിന്നെ ആ തിണ്ട് എന്ന് പറഞ്ഞില്ലേ ഇത്രയ്ക്കുള്ള വീതി ശരിക്ക് കിണറ്റിലേക്കാണ് കിഴക്കാൻ തൂക്കായിട്ടാണ്. അതെ, അവിടെ മതിൽ കെട്ടാൻ പറ്റില്ല, കിണറ്റിലേക്ക് ഇടിഞ്ഞു വീഴും ചിലപ്പോ. അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ആലോചിച്ച് നോക്കി അവിടെ എങ്ങനെയായിരുന്നു. ആ തിണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. പിന്നെ മോളിന്ന് പൊളിച്ച ഗ്രില്ലാണ് നമ്മൾ അവിടെ കൊണ്ട് വെച്ചത്. കെട്ടാൻ പറ്റില്ല. ഇത്രയ്ക്ക് ദൂരം കെട്ടിയാ നമുക്ക് പിന്നെ അവിടെ കെട്ടാൻ തൊട്ട പാട്. പക്ഷെ അവിടെ കെട്ടാൻ പറ്റില്ല, നിക്കില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അടുത്തത് VGS നായർ. ഇത് ഉഗ്രൻ സാധനമാണ് കേട്ടാ. കാലത്ത് ഇത് കഴിച്ചാൽ കുറെ സമയത്തേക്ക് വിശക്കില്ല. ആർക്ക്? സരിതയ്ക്ക് കേട്ടാ. വല്ലാത്ത ജാതി തമാശ. ചേട്ടനൊന്നും മിണ്ടാതെ നിൽക്കൂ. സരിതയുടെ കമന്റ് കേട്ട് അജു അവിടെ നിന്ന് മാറി നിൽക്കണ കണ്ടപ്പോൾ തോന്നി പുള്ളി പിണങ്ങി പോകുന്നു. എവിടെ, അജുവിനെ പിണങ്ങാൻ പറ്റില്ല. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. സാധാരണ ഇതുപോലെയുള്ള തെറ്റുകൾ ഭൂരിഭാഗം ആളുകളും ന്യായീകരിച്ച് തൻ്റെ മിസ്റ്റേക്ക് അല്ല മിക്സിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടും. തൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്ത സരിതയ്ക്ക് ബിഗ് സല്യൂട്ട്. അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. താങ്ക് യു. സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക് ഞാനും അത് ഞാൻ സമ്മതിക്കും. ഇപ്പൊ ഞങ്ങളിപ്പോ തല്ലൂടെയാണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് എന്റെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നി പിന്നെ ഞാനൊന്നും മിണ്ടില്ല. സോറി ചേട്ടാ എന്ന് പറയും. ഇതിങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ ചേട്ടൻ പെട്ടെന്ന് കൂളാവും. അടുത്തത് മീന സതീഷ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തും ഒരു സൈക്കിൾ ടയർ ഉണ്ടായിരുന്നു. എവിടെ പോകുമ്പോഴും എൻ്റെ ചേട്ടന്മാർ അതും ഉരുട്ടിക്കൊണ്ട് ഓടും. കൂടെ ഡ്രും ഡ്രും എന്ന് പറയുകയും ചെയ്യും. പെണ്ണുങ്ങൾക്ക് ചെമ്പകപ്പൂവിന്റെ മണം പോലെ തന്നെയാണ് ആണുങ്ങൾക്ക് ആ ഈ മറ്റേ വട്ടൂർത്തി നടക്കില്ല. ഭയങ്കര ഓർമ്മകളാണ്. എവിടേക്കൊക്കെ പോകുന്നു ആ വട്ടൂർത്തിട്ട്. അടുത്തത് വൈജയന്തി മനോഹരൻ. അയ്യോ അജു, ഓരോന്നിന്റെ പിന്നിൽ ഓരോ പഴങ്കഥ ഉണ്ടാവും. അത് ഓർക്കുമ്പോൾ എന്ത് രസമല്ലേ. ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ടാവും. പിന്നെ അജൂസ് വേൾഡ് കാരണം നമ്മളിൽ മറക്കാത്ത ഓർമ്മകൾ കൊണ്ട് മനസ്സിൽ മായാത്ത മഴവില്ലായി നിൽക്കുന്നു. വിഷമം മറന്ന് പൊട്ടിച്ചിരിക്കാനും കഴിയും. അധികം പിന്നാമ്പുറ കാഴ്ചകൾ ഒരുപാട് സുഖം തരുന്നു. കിളികൾ ചേക്കേറാൻ വന്നു തുടങ്ങി. അടുത്തത് അബ്ദുൾ അലി. അജുവേട്ടൻ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പത് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ആള് നുഴഞ്ഞു കയറ്റം പ്രാക്ടീസ് ചെയ്യാണ് കേട്ടാ. ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇമ്രാൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എവിടെ എന്തൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അജുവേട്ടൻ പട്ടാളത്തിൽ നിന്ന് 4 ടയർ വാങ്ങി ഡ്രാഗൺ ഫ്രൂട്ട് കെട്ടി ഉഷാറാക്കി. എന്തൊരു ഭംഗിയുള്ള വീഡിയോ ആണ്. അജുവേട്ടൻ വലിയ കോമഡി ആളാണ്. എപ്പോഴും നല്ല കോമഡി. മാലപ്പടക്കമാണ്, നല്ല കോമഡിയുടെ മാലപ്പടക്കമാണ് അജുവേട്ട. ടയർ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. 4 ഭാഗത്തും ഓരോ കമ്പ് കുത്തുക, കുറച്ച് നീളത്തിൽ കമ്പ് കുത്തുക, എന്നിട്ട് ചുറ്റും കയറ് കെട്ടുക. എന്നാലും മതി അജുവേട്ട. ടയറിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അലീക്ക മലപ്പുറം. നമ്മളിങ്ങനെയും ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയ അങ്ങനെ ചെയ്ത് നോക്കുന്നത് നമ്മള് ചെയ്തപ്പോൾ തന്നെ. എന്റെ ദൈവമേ, എനിക്ക് ചിരി വരാം. അടുത്തത് ഷമോദ് KP. അജുബായി വെള്ളവെമ്പാലയുടെ കഥ പൂർത്തീകരിച്ചില്ല. എന്തു ചെയ്തു വെള്ളവെമ്പാലയെ? അതൊന്നും ഞാൻ കൊന്നു. എത്ര 1982 അതന്നെ എന്റെ പിന്നിൽ കേസ് വരും മേടിച്ചിട്ടോ ചേട്ടൻ അത് പറയാൻ. അല്ല, ഇപ്പോഴത്തെ പണ്ട് കാലത്തൊക്കെ പാമ്പിനെ തല്ലി കൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. പണ്ട് പാമ്പെടുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല. പാമ്പിനെ പിടിച്ച് അവര് അതിന്റെ തൊലിയാണ് ഉരിഞ്ഞ് അതിന്റെ ഉള്ളിലത്തെ തണ്ടങ്ങൾ എടുത്ത് കളയും പുറത്തേക്ക്. തണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിന്റെ തൊലിയാണ് കൊടുക്കുക അവര്. വിഷം എടുക്കുന്നവരുണ്ട്. ഈ ചേരാനിക്ക് തൊലി എടുത്തിട്ടേ തൊലി എടുത്തിട്ട് തൊലിയാണ് എടുക്കുന്നവര് ഈസി ആയിട്ട്. ഒരു പ്രവാസി. അജുവേട്ടന്റെ 80-90 കാലഘട്ടം ഒരു AI വീഡിയോ ആക്കാൻ പറ്റുമോ? ചെറിയൊരു വീഡിയോ, കുട്ടിക്കാലം. അജുവേട്ടൻ പറഞ്ഞു എന്റെ മനസ്സിൽ അതുണ്ട്. എന്നാലും വീഡിയോ ആയി കാണാൻ ഒരു ആഗ്രഹം. അത് കുറെ പേര് അങ്ങനത്തെ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. പണ്ടത്തെ കുട്ടിക്കാലം ഇങ്ങനെ പണ്ടത്തെ കാലഘട്ടല്ലേ, 80-90 കാലഘട്ടം AIയില്. അടുത്തത് പക്ഷെ അത് സേവ് ആയി വരാൻ കുറെ ടൈം എടുക്കും. എന്തുകൊണ്ട് സൗണ്ട് ചേട്ടാ? മലമ്പങ്ങനെ വരണ്ടേ? മീന ശ്രീധരൻ. ലൂണാർ ചെരുപ്പ് വെട്ടി ചക്രം ഉണ്ടാക്കും. മുളയുടെ മുള്ളുള്ള കമ്പ് വെട്ടിയെടുത്ത് മുള്ളു കളഞ്ഞ് വടി ഉണ്ടാക്കും.
ഉജാല കാലി കുപ്പി നടുക്ക് വെച്ച് വണ്ടിയാക്കും. ഈ വണ്ടി ഓടിച്ച് കടയിൽ പോകുന്ന കുട്ടികളെ കാണാം. എന്തെല്ലാം ഓർമ്മകളാണ് അജു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെപ്പോഴും ചെറുപ്പകാലത്ത് ആ നല്ല കാലം ഓർക്കാത്തൊരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരു മൊബൈല് മാത്രം മതി കയ്യില്, വേറെ ഒന്നുമില്ല. മൊബൈൽ ഉണ്ടെങ്കിൽ അതെ, ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറയണ കഥ കേട്ട് ഇങ്ങനെ ഇരിക്കും വായും വിളിച്ച്. എന്തൊരു രസമായിരുന്നു കേൾക്കാൻ അന്നത്തെ ഓർമ്മകള്. അപ്പൊ മൊബൈലില്ല നിന്റെ കയ്യില്. നിനക്കിപ്പൊ മൊബൈലുള്ള കാരണം നീ ഇപ്പൊ ഷോർട്സും മറ്റേതും കണ്ടിരിക്കും. ആ ശരി, അന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടെങ്കിൽ ഞാനും ചിലപ്പോ കേട്ടിരിക്കില്ലായിരിക്കാം. അതന്നെയാണ് അമ്മ പറയാനും നിൽക്കില്ല. ഇപ്പൊ അമ്മയും മൊബൈല് കൂടുതൽ നേരം നോക്കിയിരിക്കുന്നത്. ഏറ്റവും രസം എന്താണെന്നറിയോ, അമ്മായിമാര് വരും വീട്ടില്. അമ്മായിമാര് കൂടുമ്പോ അച്ഛനും അമ്മായിമാരും ഒക്കെ ഇരുന്നിട്ട് പണ്ടത്തെ കഥ പറയും. അപ്പൊ ഇവര് ഒപ്പിച്ചു കൂട്ടി. ഇവരൊക്കെ എന്തൊരു വില്ലന്മാരായിരുന്നു അറിയോ എൻ്റെ അച്ഛനൊക്കെ. അച്ഛൻ ചെയ്തിരിക്കണ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ തലയിലൊക്കെ ടാറൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറുമ്പൊന്നും ഇപ്പോഴത്തെ പിള്ളേര് കാണിക്കില്ല എന്നുകൊണ്ട് എന്തൊക്കെ കാണിച്ചിട്ടുള്ളേ. അതൊക്കെ സുമതി അമ്മായിയാണ് പറയാ. ചിരിച്ച് ചാവും കേട്ടിട്ടുണ്ടെങ്കിൽ. ഭയങ്കര അമ്മായി പറയണത് കേൾക്കാൻ തന്നെ ഒരു രസം. ചിലവർക്കൊരു ഒരു കോമഡി അവർക്ക് ജന്മന ഉണ്ടാവും. പറയണത് കേൾക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെയാ സുമതി അമ്മായി പറയും കഥകള്. അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇമ്രാൻ അടുത്തേക്ക് പോകണം. അതിനെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിന്റെ നുഴഞ്ഞു കയറ്റം കഴിഞ്ഞാ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. പോവാ, നമുക്ക് പോവാ. ബാ, കസേര എടുത്തോ, ഒരു കസേര ഇമ്രാൻ എടുത്തറാ. അത് പറഞ്ഞപ്പോ വേഗം പോന്നും കിട്. ബാ, വീട്ടിൽ പോവാ. ചാർലി മുന്നിൽ നടക്കണം. അവർ കടന്നു.